എങ്ങോട്ടാ പോന്നേ? ടാറ്റ പോവാണോ? ടാറ്റ പോവാണോ? യെസ്, നമ്മളെങ്ങോട്ടാ പോന്നേ? മൺട്രോ തുരുത്ത്. എങ്ങോട്ടാ? ഓ, അപ്പൊ നമുക്ക് മൺട്രോ തുരുത്ത് പോയിട്ട് വരാം. നല്ല വ്യൂ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ബോട്ട് ഇരിപ്പുണ്ട്. കൊല്ലത്തെ മൺട്രോ തുരുത്ത് എന്ന് പറഞ്ഞ ഐലൻഡാണിത്. അഷ്ടമുടിക്കായലിൻ്റെ ഒരു ഭാഗമാണ് മൺട്രോ തുരുത്ത്. ഫാമിലിയും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത്. ഇവിടെ പലതരം ബോട്ട് റൈഡുകളുണ്ട്. പിന്നെ കൊട്ടവഞ്ചി, തോണിയിലൊക്കെ പോയി നല്ല വ്യൂ, നല്ല ഉൾഭാഗങ്ങളിലൂടെയൊക്കെ പോയി നമുക്ക് കാണാൻ പറ്റുന്ന സൗകര്യങ്ങളും ഉണ്ട്. കൂടുതലും ആളുകൾ വരുന്നത് ഈവനിങ് ടൈമിലാണ്. നല്ല സൂര്യാസ്തമയമൊക്കെ കണ്ട് ആ ഒരു വെതറൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈമാണത്. അതേപോലെ തന്നെ മോർണിംഗ് വരുന്ന ആൾക്കാരുണ്ട്. മോർണിംഗ് വരുമ്പോൾ നമ്മൾ വെയിലൊക്കെ വരുന്നതിന് മുമ്പ് കുറച്ച് നേരത്തെ ആയിട്ട് വന്നു കഴിഞ്ഞാലും അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് തന്നെയാണ്. കായലിൻ്റെ ഉള്ളിലോട്ട് കയറി നിൽക്കുന്നത് പോലൊരു നടപ്പാതയുണ്ട് ഇവിടെ. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ തന്നെ നല്ല രസമാണ്. നമുക്ക് വണ്ടിയായിട്ട് പോകുന്നവർക്ക് വണ്ടിയായിട്ടും പോവാം. ബൈക്കിലൊക്കെ ഈ വഴി പോകാൻ നല്ല രസമാണ്. നമ്മുടെ അപ്പുറവും ഇപ്പുറവും കായൽ, നമുക്ക് നടുവിലൂടെ ഇങ്ങനെ നടന്നു പോവാം. പലതവണ മൺട്രോ തുരുത്ത് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇതുവരെ കൊട്ടവഞ്ചി പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം കൊട്ടവഞ്ചി തന്നെ എടുത്തു. Wow, super. അമ്മയെല്ലാം കിട്ടുന്നത് അമ്മ കൈയെടുത്തു ഫോട്ടോ കിട്ടണം. നമ്മളെ കൊണ്ടുവന്നിട്ടേ ഇതിനകത്ത് വള്ളം കളിയുടെ ഒരു പാട്ട് കേൾക്കണം, എന്നിട്ട് സ്റ്റാറ്റസ് ഇടണം. നമ്മളങ്ങനെ മാംഗ്രൂവ് മരം കയറിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഫുള്ള് കമ്പുകളാണ്. അതുകൊണ്ട് തന്നെ കൂടെ ഇതിനേക്കാൾ അടിപൊളിയാ അകത്ത് പിന്നെ കുറച്ച് ഭാഗം ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സ്ഥലങ്ങളിൽ കരാകൊണ്ട ഉണ്ടാവും.
അത്രയ്ക്ക് കൊച്ചു നമ്മൾ ഈ പോകുന്നേ ഉള്ളൂ. അത്രയ്ക്ക് ഇങ്ങനെ കാടി ഞാൻ പിടിച്ച് കിടക്കാം. ഇല്ല മറ്റേ അർണോൾഡിന്റെ പ്രഡേറ്റർ കിടന്ന് പിന്നെ ഇപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന സാധനം എല്ലാം ഇതിനകത്ത് മേടിച്ച് നടുക്ക് ഇരിക്കാൻ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും സാധനം ഇപ്പം ഫാമിലിയായിട്ട് എല്ലാവരും അങ്ങനെ അടുത്ത ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുമ്പോൾ അടുത്ത ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നുമില്ല. ആ കയറിയ സമയത്ത് ഇച്ചിരി എന്തിനാണ് ഇവിടെ നിങ്ങൾ രണ്ടുകൂടെ അങ്ങോട്ട് കയറി അന്നേരം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ മാറി. എങ്ങോട്ടാ പോകുന്നേന്ന് വിചാരിച്ചിട്ട് കണ്ടോ ചിരി ഉണ്ടോ? കണ്ടോ എടുത്തോളെ ഫോട്ടോ അടിഞ്ഞിരി കണ്ടോ കണ്ടോ ചിരിക്കുന്നുണ്ടോ? നല്ലോണം ചിരിച്ചു കൊടുത്തേ. ഇനി നല്ലോണം ചിരിക്കും. ഇതേപോലെ പണി ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇല കൊടുത്താൽ മതി. ഇതിന്റെ ഇല കൊടുത്താൽ ഇല കേട്ടോ നിന്നുള്ളൂ. ഞാൻ ഇവിടുത്തെ കുഴിയുണ്ടോ? അയ്യോ സന്തോഷായി. കൈ വയ്ക്കുന്നുണ്ടോ? ഞാൻ കളിക്കുന്നു. ഒരു ചെറിയ മഴ അങ്ങ് പെയ്തു. അപ്പം കയറി നിന്നതായി ചായക്കടയുടെ ഫ്രണ്ടിൽ. നല്ല മഴ പെയ്യുമ്പോൾ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കുമല്ലേ. പക്ഷേ കുടിക്കാൻ ഈ കട തുറന്നിട്ടില്ലായിരുന്നു. കുറേ റിസോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ഫംഗ്ഷൻ ഇതുണ്ട് എക്സ്പ്രസ്. കളർഫുൾ ബോട്ട്. ഇതിനകത്തോട്ട് വീടുണ്ട്. അവൻ കാഴ്ചകളൊക്കെ കണ്ടിരുന്നാടാൻ ഇങ്ങനെ ഒരു ഊഞ്ഞാലുണ്ട് ഇവിടെ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ 2 മണിക്കൂർ ദൈർഘ്യമുള്ള തോണി സഞ്ചാരത്തിന് പോകാമെന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. സോ അവരെയും കൂട്ടി നമുക്ക് 2 മണിക്കൂർ ദൈർഘ്യമുള്ള സഞ്ചാരത്തിന് പോകാം. അവിടുത്തെ വിശേഷങ്ങൾ വളരെ മനോഹരമായിരിക്കും.
എന്താ പറയുക, നമ്മളിങ്ങനെ ഉൾഭാഗങ്ങളിലൂടെയൊക്കെ തോണിയിലിങ്ങനെ പോയി വീടുകളും ഒക്കെ ആൾ താമസങ്ങളൊക്കെ ഉള്ള ഏരിയയിലൂടെ പോയി നല്ല സൂപ്പർ വ്യൂ ആണ് കാണാൻ. അങ്ങനെ സമയം ഉച്ചയായി, നല്ല വിശപ്പും തുടങ്ങി. അടുത്ത് തന്നെ നല്ല സൂപ്പർ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ ഒരുപാടുണ്ട്. നമ്മൾ ഒരിടത്ത് കയറി ഞണ്ടും കപ്പയും ഡക്കും എല്ലാം വാങ്ങിച്ച് കഴിച്ചു. നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അടുത്ത മൺട്രോ തുരുത്ത് പാർട്ട് 2 വീഡിയോ ആയിട്ട് ഉടനെ കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.